ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ജയന്തി, നമുക്ക് പോവാം. ചേച്ചി, എന്നെ കൂടെ ചേച്ചി ഇത് എങ്ങോട്ടാ പോകുന്നത്? അനിയത്തിക്ക് ഡ്രസ് എടുക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നാണല്ലോ. മോഹൻ ചേട്ടനെ കൊണ്ടാണോ അനിയത്തിക്ക് ഡ്രസ് എടുക്കാൻ പോകുന്നത്? ജയന്തി ചേച്ചി എവിടെ പോകുമ്പോഴും എന്നെ കൂട്ടറല്ലേ പതിവ്. ഇന്നെന്താ എന്നെ ഒഴിവാക്കിയിട്ട് മോഹൻ ചേട്ടനെ കൂട്ടിയത്? നിന്നെയല്ല ഇങ്ങനെ ആദ്യം വിളിച്ചത്. വീട്ടില് വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞത് നീയല്ലേ? വീട്ടില് വിരുന്നുകാരുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നീ മറന്നുപോയോ? ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്? ലഞ്ച് ബ്രേക്കിന് നമ്മള് കഴിച്ചോണ്ടിരിക്കുമ്പോ. അതെനിക്ക് തെറ്റ് പറ്റിയതാ ചേച്ചി. അപ്പച്ചിയാനോ മെനിങ്ങാന്നാ വന്നത്. അവരിന്നലെ ഉച്ചയ്ക്ക് പോയി. അവര് പോയ കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും നീ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ വീട്ടിൽ വെക്കോ. ജയന്തിയുടെ കൂടെ ഞാൻ തന്നെ പൊക്കോളാം. വാ ജയന്തി. പോവല്ലേ, പറയട്ടെ. മോഹൻചേട്ടാ, മോഹൻചേട്ടൻ പൊക്കോ. ജയന്തി ചേച്ചിയുടെ കൂടെ ഞാൻ പൊക്കോളാം. ജയന്തി ആദ്യമായിട്ടാ കുറച്ച് സമയം ഒറ്റയ്ക്ക് കിട്ടുന്നത്. എനിക്ക് ഇവളോട് എന്റെ മനസ്സ് തുറക്കായിരുന്നു. അതിപ്പോ ഈ സൗ കൊളമാക്കുന്നാ തോന്നുന്നത്. എന്റെ ഒരു കസിന്റെ ഭാര്യ പ്രസവിച്ച് കിടക്ക. എനിക്ക് കുഞ്ഞുടുപ്പ കടങ്ങുന്ന ഒരു ഗിഫ്റ്റ് സെറ്റ് വാങ്ങണം. ജയന്തി ഡ്രസ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് എനിക്കും അത് വാങ്ങാലോ. അല്ല, സൗ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ പൊയ്ക്കോളാം. ബുദ്ധിമുട്ടോ? നല്ല കഥ. തുണിക്കടയിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോവാൻ എനിക്ക് എന്ത് ഇഷ്ടാണെന്നോ. ഒരു കാര്യം ചെയ്യാം, മോഹൻ ചേട്ടനും വാ, നമുക്ക് 3 പേർ കൂടെ പോവാം. ഇവിടെ സമ്മതിക്കില്ല. സൗ ഒന്നിങ്ങ് വന്നേ. എന്താ മോഹൻ ചേട്ടാ? വാ, പറയാം. ജയന്തി, ഒരു മിനിറ്റേ. വാ. നിനക്ക് ഗുലാബ് ജാം ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടാ. നാളെ വരുമ്പോ ഞാനത് കൊണ്ടുവന്നു തരാം. എന്തിന്? നീ ഞങ്ങളുടെ കൂടെ വരാതിരിക്കുന്നതിന്റെ കൂലിയായിട്ട്. എനിക്ക് മനസ്സിലായില്ല. ഈ പൊട്ടിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മോളെ സൗ, എനിക്ക് ജയന്തിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നീ വന്നാ ശരിയാവൂല. മോഹൻ ചേട്ടന് ജയന്തി ചേച്ചിയോട് എന്താ സംസാരിക്കാനുള്ളത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാ. എന്ത്? ഈ മണ്ടൂസിന്റെ ഒരു കാര്യം. മനസ്സിലായി. മോഹൻ ചേട്ടന് ജയന്തി ചേച്ചിയോട് ലവ് തുടങ്ങിയല്ലേ? ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് വരാവേ. സൗ, ജയന്തിയോടെ നീ പറഞ്ഞ ശരിയാവില്ല. ഞാൻ തന്നെ പറഞ്ഞോളാം. അവളെ ഒറ്റയ്ക്ക് കിട്ടിയാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ടാ നീ വരണ്ടാന്ന് ഞാൻ പറയുന്നത്. പ്ലീസ് സൗ. ഓക്കെ, ഞാൻ സ്വർഗത്തിലെ കട്ടുറും പറഞ്ഞില്ല. പക്ഷേ ഗുലാബ് ജാമിന്റെ കാര്യം മറക്കരുത്. ഇല്ലില്ല, കൊണ്ടുവന്ന് തന്നിരിക്കും. ശരി. എന്തായിരുന്നു നിങ്ങൾ തമ്മിലൊരു സീക്രട്ട്? സീക്രട്ട് അല്ലേ, നിന്നോട് പറയാൻ പറ്റൂ. വാ, നടക്ക്. ഹലോ മാഡം. എന്താ സർ? തമ്പുരാട്ടി എങ്ങോട്ടാണാവോ? ഹോസ്റ്റലിലേക്ക്. ജോലി സമയം കഴിഞ്ഞല്ലോ. ജോലി സമയം കഴിഞ്ഞു, പക്ഷേ നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ല. എല്ലാ ജോലിയും ചെയ്തു സർ. താഴെയും മുകളിലും ഇവിടെയും എല്ലാം തൂക്കം ചെയ്തു. നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാ കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് അർത്ഥം. ഇനി എന്താ ജോലിയാ സർ? 3-4 പേർക്കുള്ള ചായ ഇടണം. അതൊരു ഫ്ലാസ്കിലൊഴിച്ച് ഗോഡൌണിൽ കൊണ്ടുവയ്ക്കണം. അതിനുശേഷം നീ പൊക്കും. ഈ സമയത്ത് ആർക്കാ ചായ? എല്ലാരും പോയില്ലേ? എല്ലാവരും പോയില്ല. ഒരാൾ അയാളുടെ ജോലി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആര്? നിന്റെ കൺകണ്ട ദൈവം, ആപത് ബാന്ധവൻ, പ്രിയൻ. പ്രിയൻ ചേട്ടന്റെ ജോലി ഇനിയും കഴിഞ്ഞില്ലേ സർ? നിന്റെ പിറകെ നടക്കലാണല്ലോ അവന്റെ പ്രധാന ജോലി.
സാർ അനാവശ്യം പറയരുത്. അനാവശ്യോ? എന്താ അനാവശ്യം? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പോലീസ് സ്റ്റേഷൻ, നിന്റെ ബർത്ത്ഡേ, അതിലൊക്കെ ആയിരുന്നല്ലോ അവന്റെ ശ്രദ്ധ. 24 മണിക്കൂറും അവൻ നിന്റെ പിറകെയായിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞപ്പോഴാ സ്റ്റോക്ക് ലിസ്റ്റ് കൊടുത്തിട്ടില്ലെന്ന് അവന് ഓർമ്മ വന്നത്. ഒരു ദിവസത്തെ അല്ല, 3 ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റാണ് പെൻഡിങ് ആയത്. എണ്ണി വാങ്ങുന്ന കാശിനുള്ള ജോലി കമ്പനിക്ക് വേണ്ടി ചെയ്യണമല്ലോ. അതുകൊണ്ടാ സ്റ്റോക്ക് ലിസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. 3 ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഉറങ്ങാതിരുന്നാലേ അത് ചെയ്ത് തീരും. അവന് വേണ്ടിയാ ചായ ഇട്ട് ഗോഡൌണിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. പോയി ചായ ഇട്ട് ഫ്ലാസ്കിലാക്കി അവന് കൊണ്ടുകൊടു. നീ കാരണമല്ലേ അവനീ കഷ്ടപ്പെടാൻ അനുഭവിക്കേണ്ടി വന്നത്. നിന്നെ കൊണ്ടേ ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ചെല്ല്, ഓടി. ഹലോ, അരവിന്ദ് സാർ. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം സാറിന്റെ കയ്യിലാണ്. തുടങ്ങിക്കോ. പ്രിയൻ ചേട്ടാ, ആ പാറു ഇനിയും പോയില്ലേ? എല്ലാരും പോവല്ല. നീ ഇവിടെ എന്തെടുക്ക? അതന്നെയാ ഞാനും ചോദിക്കുന്നത്. പ്രിയൻ ചേട്ടൻ ഇവിടെ എന്തെടുക്കുക? ചെറിയൊരു ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാനിത് കഴിയുന്ന വേഗം തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. പാറു വയ്ക്കോ. നിന്റെ ഫ്രണ്ട്സ് റെസ്റ്റോറന്റിൽ പോവാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ? വേഗം വയ്ക്കോ. എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? ഞാൻ നിന്നോട് കള്ളം പറയുന്നോ? കള്ളം പറയാതെ പിന്നെ പ്രിയൻ ചേട്ടൻ എന്താ എന്നോട് ഇപ്പൊ പറഞ്ഞത്? ചെറിയൊരു ജോലി ഉണ്ടെന്ന് അല്ലേ? 3 ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കുന്നതാണോ ചെറിയ ജോലി? ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ചെയ്താൽ മാത്രമേ ഇത് തീരുള്ളൂ എന്ന് കരുണാകരൻ സാറ് പറഞ്ഞല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞതുകൊണ്ടല്ലേ ഞാനിത് പ്രിയൻ ചേട്ടനോടൊന്ന് പറഞ്ഞേ. ഈ ജോലി എപ്പോ തീരുമെന്ന് അയാളാണോ തീരുമാനിക്കുന്നത്? 3-4 മണിക്കൂർ കൊണ്ട് ഇത് തീർത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഇന്ന് തന്നെ ഇത് തീർക്കണം എന്ന് അയാൾ പറഞ്ഞപ്പോ പ്രിയൻ ചേട്ടൻ എന്തിനാ സമ്മതിച്ചത്? ജോലി സമയം കഴിഞ്ഞില്ലേ? നാളെ വന്ന് ചെയ്തോളാന്ന് പറയായിരുന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഉടനെ ശരി പ്രിയ, നാളെ വന്ന് ചെയ്താൽ മതിയെന്ന് അയാൾ പറയൂ? കരുനാഗത്തിന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഒരു പ്രശ്നം കിട്ടാൻ കാത്തിരിക്കുക അയാള് എന്റെ മെക്കിട്ട് കയറാൻ. ഞാനായിട്ട് അതിനൊരു അവസരം കൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ കാരണല്ലേ പ്രിയൻ ചേട്ടന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത്? നീ കാരണം? ആരാ പറഞ്ഞത്? പാറു കാരണമൊന്നുമല്ല.